നമ്മൾ ഇന്ന് ഫാമിലേക്ക് മൊയിലുകളെ വാങ്ങാൻ പോവാണേ. അമ്മയുണ്ട് കേട്ടോ കൂടെ. ഇത് സ്ഥലം തേക്കുംകുറ്റിയാണ്. ഈ റബ്ബറും കൊക്കോയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തിന്റെ താഴത്താണ് കേട്ടോ അവരുടെ വീട്. വീട്ടിൽ വളർത്തുന്ന മൊയിലിനെയാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. ധാരാളം നാടൻ ഇനം കോഴികളെയും ഇവിടുത്തെ ചേട്ടൻ വളർത്തുന്നുണ്ടേ. നമ്മൾ ന്യൂസിലാൻഡ് വൈറ്റിനെയും സോവിയറ്റ് ചിഞ്ചിലയാണ് കേട്ടോ വാങ്ങാൻ വന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ സോവിയറ്റ് ചിഞ്ചില ഇല്ല കേട്ടോ. ഉള്ളത് ക്രോസ് ബ്രീഡ് ഇനം കുഞ്ഞുങ്ങളാണ്. അത് നമ്മൾ വാങ്ങുന്നില്ല കേട്ടോ. ഇതാണ് ന്യൂസിലാൻഡ് വൈറ്റിന്റെയും സോവിയറ്റ് ചിഞ്ചിലയുടെയും ക്രോസ് ബ്രീഡ് ഇനം കുഞ്ഞുങ്ങൾ. ഈ കൂട് മൊത്തം അവരാണ്. ഞങ്ങൾ എന്തായാലും ന്യൂസിലാൻഡ് വൈറ്റിന്റെ ഒരാണിനെയും 2 പെണ്ണിനെയും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 3 പേരെയും പെട്ടിയിലാക്കി ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ പുതിയ അതിഥികളെ കണ്ടതോടുകൂടി നമ്മുടെ ഇവിടെയുള്ള പെൺകുട്ടിയുടെ പരിശോധനയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അവൾക്ക് കാണാൻ പറ്റും പെട്ടിക്ക് വലിയ ഓട്ടയാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ പെട്ടികൾക്കുള്ളിൽ മുയലുകൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. കാരണം ബോക്സിന് ഹൈറ്റ് കുറവായിരുന്നേ. ഇനി അമ്മ ഇവരെല്ലാം പുറത്തെടുക്കുന്നത് നമുക്ക് കാണാം. ന്യൂസിലാൻഡ് വൈറ്റ് മുയലുകൾ ആണും പെണ്ണും എത്രത്തോളം തൂക്കം വെക്കുന്നുള്ളത് ഗൂഗിളിൽ കണ്ടതാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പെട്ടിയിലുള്ളവരെ കാണാം കേട്ടോ. ഈ മുയലുകൾക്ക് നല്ല കാലകരവും ഉണ്ട്, ചുവന്ന കണ്ണുകളുമാണ്. ഇടയ്ക്ക് നമ്മുടെ ഇവിടെയുള്ള നാടൻ കുട്ടികൾ ഇവരുടെ വയ്യെ നടന്ന് ശല്യപ്പെടുത്തുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇടയ്ക്ക് വലിയ മുയലിൻ്റെ ചവിട്ട് കിട്ടുന്നുമുണ്ട്, എന്നാലും നിർത്തുന്നൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടിയിലുള്ള 2 ആൾക്കാരെയും കൂടെ പുറത്തേക്ക് എടുത്തു വെക്കാം കേട്ടോ. അമ്മ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ്. ഇവർ പെടയുമ്പോൾ നഖം കൊള്ളുന്നുണ്ട്, നല്ല മൂർച്ചയാണ്. ഇനി ഞാൻ ഇവരെയൊക്കെ കൂട്ടിലേക്ക് ഇടട്ടോ. ഈ ഹാള് പോലത്തെ സ്ഥലത്ത് നിന്നും ചെറിയ അറകളുള്ള കൂട്ടിലേക്കാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഈ കൂട്ടിൽ ഞാൻ ഒരു ആണിനെയും പെണ്ണിനെയാണ് കേട്ടോ ഇട്ടത്. ബാക്കിയുള്ള ഒരു പെണ്ണില്ലേ, അത് ഇതിൻ്റെ നേരെ താഴത്തുള്ള കൂട്ടിലാണ് കേട്ടോ ഇട്ടത്. അവളാണ് ഈ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലുള്ള ഒരു റെസ്റ്റിലാണ്. ഈ കാണുന്ന കൂട്ടിൽ ഞാനൊരു 2 അറകളും കൂടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇതൊക്കെ വലിയ കൂടാണ് കേട്ടോ. ഇത് ചെറുതാക്കി തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് കുട്ടികൾ ഉണ്ടാകുമ്പം ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മുടെ ഈ നാടൻ കുട്ടികൾ ഭയങ്കര പുന്നാരക്കുട്ടികളാണ് കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ താരാട്ടുപാട്ടൊക്കെ പാടി കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് കുടിവെള്ളത്തിനായിട്ട് ഞാൻ നിപ്പിൾ സിസ്റ്റം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരാഴ്ച കഴിഞ്ഞാൽ വരും. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതെങ്ങനെ സെറ്റാക്കാന്നൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ന്യൂസിലാൻഡ് വൈറ്റിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇനിയും അടുത്ത ബാച്ചിനെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് ഞാൻ വയനാട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അന്നപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.